ഹലോ ഗൈസ്, അപ്പം ഇതെന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കുറച്ച് ആയുർവേദങ്ങൾ, അതായത് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ തൊടിയിൽ പറമ്പിലുണ്ടാവണ കുറച്ച് വളരെ ഉപകാരമുള്ള കുറച്ച് സാധനങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഇതിനെ ചെത്തിയെന്നും പറയും, തെച്ചിയെന്നും പറയും, കാട്ടു ചെത്തിയെന്നും പറയും ചിലർ. ഇതിന് ഔഷധ ഗുണം കൂടില്ല. പിന്നെ വേറൊരു ചെത്തിയുണ്ട്, നല്ല ഉണ്ട ബൊക്കെ പോലത്തെ പൂ ഉണ്ടാവണ ഒരു ചെത്തിയുണ്ട് കേട്ടോ. അതിന് ഇത്ര ഔഷധ ഗുണമില്ല. ഇതിൻ്റെ തളിരിലുണ്ട് ഇത് പറിച്ചിട്ട് നന്നായി ഞെരടി അത് തലയിൽ ജ്യൂസ് അടിച്ചിട്ടോ തലയിൽ പരട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറും. അതേപോലെ തന്നെ ഇതിലൊരു കായ കണ്ടിട്ടുണ്ടോ? ഈ കായ നല്ല റെഡ് കളറായി മൂത്ത് പഴുത്ത് വരും കേട്ടോ. ഈ കായ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താലേ കണ്ട ഈ കായ ഇത് കൊലകൊലായിട്ട് കുറേ ഉണ്ടാവും ഇതുപോലെ. അപ്പോൾ ഈ പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാവണം, അത് പഴുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഇമ്മ്യൂണിറ്റി പവറാ കുട്ടികൾക്ക്, വലിയവർക്കും കഴിക്കാം. അതേ കിട്ടി മാമൂസേ, ഇത് പഴുത്ത നല്ല മധുരമാണ്, നല്ല മധുരമാണ്. ഇവരൊക്കെ കഴിക്കൂട്ടാ. ഇതാണ് സംഭവം. ഒന്ന് കഴിച്ചു കാണിച്ചു കൊടുത്തേ, ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അതേ ഇവിടെയുണ്ട് കണ്ട. ഇതുപോലെ ഇത് കറക്റ്റ് ടൈമിന് നമ്മൾക്കിത് കിട്ടി. ഈ സംഭവമാണ് അത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം, ഇത്രയും ഉപയോഗങ്ങൾ നമുക്കറിയാവുന്ന. അതുപോലെ ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഞാരുണ്ടാവും, അത് കളഞ്ഞിട്ട് വെളിച്ചെണ്ണ, കുഞ്ഞു കുട്ടികൾക്ക് വെളിച്ചെണ്ണ മുറുക്കി തലയിൽ തേച്ചാൽ താരന് അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറും എന്നുള്ളതാണ്. അപ്പം മുടി കൊഴിച്ചിലും താരനും മാറി മുടി വളരാനുള്ള കുറച്ച് ഐറ്റംസും എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ പറയുന്നത് ഒരു സംഭവമാണ് കേട്ടോ, ശതാവരി. കണ്ട ഈ വേരിങ്ങനെ പടർന്നു പോയിരിക്കുന്നുണ്ട്. അത് എന്ത് സാധനത്തുമ്പിൽ വേണമെങ്കിലും ഇത് നമ്മൾക്ക് ഇങ്ങനെ പടർത്തിയെടുക്കാം, താനെ പടർന്നു പോയിക്കോളും. ഒരുപാടുണ്ട് കണ്ട വള്ളി. ഇതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങുണ്ടായിരിക്കും, അതായത് നമ്മൾ കൂവക്കിഴങ്ങൊക്കെ പോലെ വണ്ണത്തിൽ ഇങ്ങനെ നീളത്തിലൊരു കിഴങ്ങുണ്ടായിരിക്കും. അതിൻ്റെ ചെടിയാണ് കേട്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ചെടി വരുന്നത്. ഇതുമ്മൽ മുള്ളുണ്ട്, പക്ഷേ അടിയിൽ കുറേ ഉണ്ടാവും കിഴങ്ങ്, കൊലയായിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ശതാവരി ഒരുപാട് അസുഖങ്ങൾക്കുള്ളതാണ്. സ്ത്രീ രോഗങ്ങളുണ്ടല്ലോ അതിന് പറ്റിയ സാധനമാണ്, തണവാണ് ഈ സാധനം. അതുപോലെ അച്ചാറിടാൻ ഭയങ്കര ടേസ്റ്റാണ്. മാർക്കറ്റിൽ ഭയങ്കര വില വരുന്നൊരു സാധനമാണ് കേട്ടോ ഈ ശതാവരി. പിന്നെ ഇത് ഒരു ഔഷധ സസ്യമാണ്, കരിനൊച്ചി എന്ന് പറയും. കരിനൊച്ചി കണ്ട, മൂത്തിലക്ക് നല്ല പച്ച കളറുമാണ്, പക്ഷേ തളിരിലക്ക് നല്ല വൈലറ്റ് കളറാണ്. ഇത് ചെടിയായിട്ടും കട്ട് ചെയ്ത് കൊടുത്താൽ കുറേ വൈലറ്റ് മുകുളങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് മുറ്റത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുമ്മലൊരു വൈലറ്റ് കൊലയായിട്ടുള്ളൊരു പൂ ഉണ്ടാവും. ഇപ്പോൾ പൂ ഇട്ടിട്ടില്ലത്, അതുകൊണ്ടാണ് കേട്ടോ. ഈ സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല കണ്ടോ ഇങ്ങനെ, ഈ ഇലയിൽ നമ്മൾ ഒലിവ് ഓയിൽ പരട്ടിയിട്ട് ചൂടാക്കുക, അല്ലെങ്കിൽ ചൂടാക്കി ഒലിവ് ഓയിൽ ഇതുമ്മൽ ഒഴിച്ചാലും മതി. എന്നിട്ട് പരട്ടിയിട്ട് നീര് വേദന, ഈ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, അങ്ങനെ നീര് വേദനയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവം ഉള്ളിടത്ത് വെച്ചാൽ മതി. പെട്ടെന്ന്, അതായത് നമ്മളൊരു പെയിൻ കില്ലർ കഴിക്കണേക്കാൾ വേഗത്തിൽ വേദന പോകുന്നുള്ളതാണ്. ചെയ്ത് നോക്കിയ അനുഭവം ഉള്ളതുകൊണ്ട് പറയാട്ടോ. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ കരിനൊച്ചി. ആയുർവേദത്തിൽ ഇതിന് ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനമാണ് കേട്ടോ. എന്താണെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാം, പക്ഷേ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ പറയുന്നില്ല. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നാച്ചുറൽ ഷാമ്പു ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഇത് ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് വെള്ളത്തിൽ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാമ്പു പോലെയാണ്. മുടി നന്നായി വളരുകയും ചെയ്യും. മുടിക്ക് നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് മുടി ഇതാവുകയില്ല, നശിക്കുകയില്ല, വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. ഇത് കാണാനും ചെടിയായിട്ട് വീട്ടിൽ വളർത്താനും ഇത് നിറച്ച് കായ്ച്ചെടുക്കണതാണ് നല്ല ഭംഗിയത്. അപ്പോൾ ഇതാണ് ഈ ഒരു സാധനം കേട്ടോ. ഇതിന് വേറെ ബെനിഫിറ്റ്സുകളുണ്ട്. ഒരാളറിയാത്തവർ വളരെ ചുരുക്കമാണ് അല്ലേ. കറ്റാർ വാഴ, ഇതിൻ്റെ എന്ന് വെച്ചാലേ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഡയറക്റ്റൊന്നും പുരട്ടരുത്, അതൊന്ന് കഴുകിയിട്ട് ആ പൾപ്പ് എടുത്ത് രണ്ട് വലിയ ഉപയോഗങ്ങളുണ്ട്. ആ പൾപ്പ് കഴുകിയിട്ട് എന്താ പറയുക, ആ പൾപ്പുണ്ടല്ലോ അത് മോരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മളെ യൂട്രസിനൊക്കെ ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ പറ്റും എന്നുള്ളത് ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് ഈ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിങ്ങനെ കുത്തുള്ളതില്ലേ, ഈ പാമ്പിൻ്റെ മേല് പോലെയുള്ള ഈ കുത്തുള്ള കറ്റാർവാഴക്കാണ് കേട്ടോ കൂടുതൽ ഗുണമുള്ളത്. മറ്റേ പ്ലെയിനായ തണ്ടുള്ളത് അത്ര ഗുണമില്ല, ഇതിന് ഗുണം കൂടുതലാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നടാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തത് ഉപയോഗിക്കാം.
എന്നിട്ട് ഈ സാധനം ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുക. പിന്നെ മുഖക്കുരുള്ളവരുണ്ടല്ലോ, ഇതിൻ്റെ പൾപ്പ് ഇതേപോലെ കഴുകിയെടുക്കണം. ആ വഴുവഴുപ്പ് അതുമ്മൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ആ സാധനം ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ, മുഖക്കുരുള്ള ഭാഗത്ത് നന്നായിട്ട് ഉരച്ച് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആ മുഖക്കുരു പെട്ടെന്ന് പൊട്ടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് അമ്പി പോകുന്നുണ്ട്. അതും എനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. ഞാനപ്പോൾ കുട്ടികൾക്കായാലും അത് ചെയ്തു കൊടുക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഏറ്റവും ഉപകാരപ്പെട്ടൊരു സാധനമാണ് നമ്മളുടെ ഈ ഒരു വസ്തു കേട്ടോ. പിന്നെ നമുക്കുള്ളൊരു സാധനമാണ് നീലാമരി. നീലാമരി എല്ലാവർക്കും അറിയാം. നീലിഭൃങ്ങാതി ഓയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഭൃംഗരാജും നീലാമരിയും. ഭൃംഗരാജ് അറിയാലോ, എന്താ പറയുക, കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ പറമ്പിലുണ്ടായിരുന്നു. ഇപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണാത്തവർക്ക് കാണിച്ചു തരാം. ഇപ്പം കാണുന്നില്ല. പക്ഷേ ഈ ഒരു സാധനത്തിന് വേറൊരു ഉപകാരം കൂടിയുണ്ട്. അതായത് നരച്ച മുടിക്കാരുണ്ടല്ലോ, ആ മുടിക്കാർക്ക് ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് വെക്കുക. ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ആ ഉണങ്ങിയ പൊടിയിൽ ചെറുനാരങ്ങ പിഴിയുക. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അപ്പം തന്നെ അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഉണങ്ങുമ്പോൾ എടുത്ത് കളഞ്ഞാൽ ആ നിര നന്നായി മാറിക്കിട്ടും. ചെറുനാരങ്ങ പിഴിയണം. ഡയറക്റ്റ് ഈ പൊടി യൂസ് ചെയ്താൽ നമുക്ക് ഫലം കിട്ടില്ല കേട്ടോ. അപ്പം നീലാമരി ഈ മുരിങ്ങയിലയുടെ പോലെയാണ് ഇതിൻ്റെ ഇല നിൽക്കുന്നത്. തണ്ട് ഇത് വലിയ തണ്ടുകളായിട്ട് ഇങ്ങനെ കാടായിട്ട് വരും കേട്ടോ ഈ സാധനം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചിലർ പറയും ഇത് വെളിച്ചെണ്ണ ആച്ചാൻ ഉപയോഗിക്കുന്നു. പക്ഷേ അത് നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. മുടി നന്നായി വളരും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, പക്ഷെ അറിയില്ല. എന്തായാലും ഈ നീലാമരിക്ക് മുടിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. നീലിഭൃങ്ങാതി ഓയിലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനവും ഇത് തന്നെയാണ്. ഭൃംഗരാജും ഇതുമാണ് ഉപയോഗിക്കുന്നത്. ഇയാളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുടിയുടെ കാര്യത്തിലും ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്ന, താളിയായിട്ട് ഉപയോഗിക്കേണ്ട കാര്യത്തിൽ നമ്പർ 1 ആണ് ഇയാളുടെ സ്ഥാനം. ഇതിൽ ചെറുതായിട്ടുള്ള ഇതുപോലുള്ള മുട്ടുകളും ഇതുപോലുള്ള പൂക്കളും കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ തളിരിലയും കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്തതിന് ശേഷം അത് തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ താരനും പോവും, മുടി നന്നായിട്ട് വളരും. നല്ല തണവുള്ളത് കൊണ്ട് നന്നായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതുപോലെ എണ്ണ കാച്ചുന്നതിലും ഇത് ഇടാറുണ്ട്. ചെമ്പരത്തി എണ്ണ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ചെമ്പരത്തി പൂ കൊണ്ട് മാത്രം എണ്ണ ഉണ്ടാക്കിയിട്ട് അത് അവൈലബിളുമാണ് ഇപ്പോൾ. തുളസിയാണ്. ഈ തുളസി മുഖക്കുരുവിന് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞുതരാം. ഈ തുളസി മുഖക്കുരു ഉള്ള ഭാഗത്ത് ഇത് കുറച്ച് ഇലകളെടുത്ത് നന്നായിട്ട് കൈവെള്ളയിലിട്ട് ഞെരടിയ ശേഷം പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആ നീര് പുരട്ടിക്കഴിഞ്ഞാൽ ഇതിലുള്ളൊരു പൊള്ളലും ഒരു സംഭവമുണ്ട്. സംഭവം മുഖക്കുരുവിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് മുഖക്കുരു മാറും, കുറേ നാൾക്ക് വരികയില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖക്കുരു പോകുമ്പോൾ നിർത്തുക. വീണ്ടും അത് പറ്റിക്കൊണ്ടിരിക്കരുത്. നിർത്തിയിട്ട് വീണ്ടും മുഖക്കുരു കാണുമ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചും അതായത് ദിവസങ്ങൾക്കൊക്കെ അനുസരിച്ച് മാറി മാറി വരും. അപ്പോൾ അങ്ങനെ മാറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതപ്പം തുടങ്ങുമ്പോൾ പിന്നെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് തൈ പിടിച്ച് കിട്ടാൻ പാടുള്ളവർക്ക് ഇതുപോലെ ഉണങ്ങിയ പൂ കൊണ്ടുപോയിട്ട് അത് മുറ്റത്ത് വെതറിട്ടാലും ഇതിൻ്റെ തൈകൾ ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനുള്ള ഉപയോഗം. ഇതിന് തുളസിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇനി പനി വന്ന ചുമ വന്നാലൊക്കെ നമുക്ക് ഈ തുളസിയെല്ലാം ഇട്ടിട്ട് കുരുമുളകും ചെറുനാരങ്ങയും തേനും കൂടി ഈ തുളസിയിലയും കൂടി ചതച്ചിട്ട നീര് കുടിച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും ചുമ. കഫ് സിറപ്പിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ എഫക്റ്റീവാണ് ഇത് ഡയറക്റ്റ്. അതായത് ഇനി അതൊക്കെ പോട്ടെ, നമ്മൾക്ക് കടിച്ച് ചവച്ച് 5-6 ഇല തിന്നാൻ പറ്റിയ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഇതുപോലൊരാൾ വേറെ ഇല്ല. ഇതാണ് നമ്മുടെ മുറികൂട്ടി എന്ന് പറയുന്ന സാധനം. മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വൈലറ്റ് കളറാട്ടോ, എന്താ ഇലയ്ക്ക് താഴെ വൈലറ്റ് കളറാണ്. ഇതാണ് ഈ ചെടി. ഈ ചെടിക്ക് മുറിവിനെ കൂട്ടിയെടുക്കാനുള്ള, അതാണ് ഇതിനെങ്ങനെ പേര്. എത്ര വലിയ മുറിവായാലും ബെറ്റാഡിൻ പരട്ടി കഴിഞ്ഞാൽ, മുറിവിൻ്റെ ആശാനാണ് ബെറ്റാഡിൻ, അത് പരട്ടി കഴിഞ്ഞാൽ മാറാത്ത മുറിവുകൾ വരെ ഇതുകൊണ്ട് മാറും. ഇതും അനുഭവം വെച്ച് പറയുന്നത്. ഞാൻ ഇവിടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഈ സാധനം മുറിവ് തട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം വന്ന്
ബ്ലഡ് നിൽക്കാത്ത മുറിവുകൾ പോലും ഒന്ന് ഞെക്കി പിടിച്ച് ബ്ലഡിനൊരു ടൈം കഴിഞ്ഞാൽ ക്ലോട്ട് ആവുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഇത് പരട്ടി അതിൻ്റെ നീര് പഞ്ഞിയിൽ മുക്കിയെടുത്തിട്ട് അവിടെ വെച്ച് കെട്ടി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു 24 hours ആകുമ്പോഴത്തേനും അത് ശരിക്ക് പകുതി 1/4 ഭാഗം മുറിവ് ഉണങ്ങി. അതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു തരം ചീരയാണ് കേട്ടോ. ചെടി പോലെയുണ്ട്, ചെറിയ വീടുകളിൽ ഇങ്ങനെ ഒരു ചെടിയുണ്ട് ചട്ടിയിൽ, അതല്ല ഇതൊരു തരം ചീരയാണ്. അതായത് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അത്ഭുതങ്ങൾ കേട്ട് കഴിഞ്ഞ് ഞെട്ടും. കാരണം കണ്ണിനും കാഴ്ചക്കും ചീരവർഗത്തിൽ മുരിങ്ങയിലേക്കാൾ ഗുണം ഉള്ള ഒരു സാധനം ഈ ഒരു ചീരയാണ്. ഇതിൻ്റെ തണ്ട് ഇപ്പോൾ വിൽപ്പനക്കൊക്കെ കിട്ടുന്നുണ്ട്. 20 രൂപ 25 രൂപയാണ് ഒരു തണ്ടിന് വിൽപ്പനക്ക്. ഇവിടെ കാടായിട്ട് നിന്നിട്ട് പറിച്ച് കളയണ്ട ഈ സംഭവം. ഇവനാണ് നമ്മുടെ അടുത്ത താരം. ഇതെന്താണെന്നറിയാലോ, മഷിത്തണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ, കാടുള്ളിടത്ത് പോയി എടുക്കാണ്ടാണ് ഞാൻ ഇവനൊറ്റക്ക് കിട്ടിയപ്പോൾ എടുത്തതാണ്. കാരണം ഈ സംഭവം നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ഇല തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റായിട്ടോ. അത് നേരത്തെ പറഞ്ഞ പോലെ പരിപ്പിലിട്ട് വയ്ക്കുക. ഏത് ചീര ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലും ഇത് ഉപയോഗിക്കാം. പിന്നെ ഈ സംഭവം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടേ താളി പോലെ ഉപയോഗിക്കാം, തലയിൽ ഉപയോഗിക്കാം. താരൻ പോവാനും മുടി നന്നായി വളരാനും ഇത് ഉപയോഗിക്കാം. നല്ല തണവുള്ള സാധനമാണ്. അപ്പോൾ ഈ സാധനത്തിന് അങ്ങനെ ഒരു ഗുണം കൊണ്ടുണ്ട്. നമ്മളിത് കാണുമ്പോൾ പറമ്പിൽ പറിച്ച് കളയണ സാധനമാണ്. പണ്ട് കുട്ടികൾ നമ്മളൊക്കെ പോലും മഷിത്തണ്ട് സ്ലൈറ്റ് മായ്ക്കാനൊക്കെ ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കും. അതിൽ വെള്ളം ഉണ്ടെന്നും പറഞ്ഞിട്ട്, വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം ഇപ്പം മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറയണത്. ഇത് എടുത്തു കൊടുത്താൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിന്. പക്ഷേ അനുഭവമില്ല. എന്തായാലും ഇതിന് ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. അതാണ് നമ്മളുടെ പ്രിയപ്പെട്ട മഷിത്തണ്ട്. 90s എല്ലാവർക്കും 90s മിക്കവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, കാരണം അവർക്ക് സ്ലൈറ്റേ ഇല്ലല്ലോ. സാധനമാണ് ഇത്. ഇതിൻ്റെ ഇല എന്താണെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇതിലൊരു കായ ഉണ്ടാവും. ആ കായ നമുക്ക് പച്ചക്ക് കഴിക്കുകയാണെങ്കിൽ കഫക്കെട്ട് മാറും. പേര് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തരാം അവസാനം. നിറച്ചും ഈ സാധനം പടർന്ന് കിടക്കുക കേട്ടോ. കണ്ടോ, വെറ്റിലയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. വെറ്റിലല്ല ഈ സാധനം. മുമ്പ് ചോദിച്ചായിരുന്നത് വെറ്റിലയാണോന്ന്. അല്ല, ഇതാണ് തിപ്പല്ലി എന്ന് പറയുന്ന സാധനം. ഇതുമല്ലൊരു കുഞ്ഞ് കായ ഉണ്ടായിരിക്കും. അത് ഉണക്കിയിട്ട് മാർക്കറ്റിൽ നല്ല വില കേട്ടോ. 3000-4000 രൂപയാണ് അതിനൊരു കിലോ വില വരുന്നത്. ഈ സാധനം ഇവിടെ നിറച്ച് പടർന്നെടുക്കുക. ഇപ്പം കായയുടെ സീസണല്ല, അല്ലെങ്കിൽ ഇതുമ്മൽ ഇങ്ങനെ മുട്ടിന് കായകളുണ്ടാവും. അത് എന്താ പറയുക, ഒരു ചെറിയൊരു കായാണ്. അത് നല്ല മൂപ്പെത്തിയ കായ പച്ചയോടെ കഴിച്ച് കഴിഞ്ഞാൽ കഫക്കെട്ട് പോവും. പക്ഷേ പച്ചയോടെ കഴിക്കുമ്പോൾ ഒരു പൊള്ളലാണ്. അതിന് പകരം ഉണക്കി പൊടിച്ച് വെച്ച് തേൻ ചേർത്ത് കഴിഞ്ഞാൽ ഈ തിപ്പല്ലി എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ കടയിൽ നിന്നായാലും വാങ്ങിയിട്ട് പൊടിച്ചിട്ട് അതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ കഫക്കെട്ട്, ചുമ, അതുകൊണ്ടുണ്ടാവുന്ന ചുമ ഒക്കെ പോകും. കഫക്കെട്ട് അലിഞ്ഞു പോകും ശരീരത്തിൽ നിന്ന്. അത് പിന്നെ നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഈ സാധനം കാണാൻ വലിയ വൃത്തിയില്ല കേട്ടോ. നല്ല ചെടി ഞാൻ കാണുമ്പോൾ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയാം, ചൊറിയണം എന്ന് പറയും. ഇവിടെയൊക്കെ അങ്ങനെയാണ്, കടിത്തുമ്പ എന്നൊക്കെ പറയും. ഈ സാധനം മേല് തട്ടിയാൽ ഭയങ്കര ചൊറിച്ചിലാട്ടോ. ചൊറിഞ്ഞ് നമ്മളാകെ പെടഞ്ഞു പോകും. കുട്ടികളെ കാലുമ്മലൊക്കെ ചിലപ്പോൾ പറമ്പിൽ നടക്കുമ്പോൾ കൊണ്ടുവരണമെങ്കിൽ പിന്നെ ആയിട്ടുള്ള കരഞ്ഞ അവശതയും അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷേ ഇതിന് ഭയങ്കര ഔഷധ ഗുണമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം നമ്മളെടുത്തിട്ട് നന്നായിട്ട് കഴുകുക, ഉരച്ച് കഴുകുക. ഇതുമ്മലൊരു മുള്ളു പോലത്തെ ഒരു അംശമുണ്ട്. ഇതുമ്മൽ ഇതിൻ്റെ മുള്ളു പോലെ ഒരു തൊങ്ങ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് ചൊറിയൂല. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തോരനാക്കി എടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റുമാണ്, നല്ല ഗുണമാണ്. പക്ഷേ റിസ്ക്കാണ്, എടുക്കുമ്പോഴും പറിക്കുമ്പോഴും സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ പറയാൻ. പക്ഷേ നല്ല ടേസ്റ്റാണ്, ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഗുണമാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ചൊറിയണം. നല്ല ഭംഗിയുള്ള ഇല കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഇതാണ് മൾബറി. എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ സാധനമാണ് മൾബറി. ഇതുമ്മലൊരു പഴം ഉണ്ടാവും, കഴിക്കാൻ നല്ല ഇതാണ്. ഒരു പച്ച ആയിരിക്കുമ്പോൾ പച്ച കളറും പഴുത്തായിരിക്കുമ്പോൾ ബ്ലാക്ക് കളറിലും വരും. പക്ഷേ നല്ല ഇതാണ്. ഇത് കണ്ടാലേ അറിയാലോ. ഇതിൻ്റെ വേറൊരു ഗുണം പറയാനാണ്, ഇത് പ്രോട്ടീൻ കൂടുതലാണ്. ഇതിൻ്റെ ഇലയാണ്
നമ്മൾ പട്ടുനൂൽപ്പുഴുവിന് കഴിപ്പിച്ചും കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പട്ടുനൂൽ എടുക്കണം. പട്ടുനൂൽ അറിയാലോ ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ്. അപ്പോൾ ഇതുപോലൊരു 3 ഇല ചള്ളായിരിക്കണം, ഇതുപോലെ എടുത്തിട്ട് അത് തോരൻ വെച്ച് കഴിച്ചാൽ പ്രോട്ടീൻ റിച്ചാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ വേണ്ട മുട്ട, അതുപോലെ പിന്നെന്തുട്ടാണ് ചെറുപയർ, ഇതൊക്കെ അല്ലേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ള ഇലവർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കയ്പോ കനപ്പോ അങ്ങനെയുള്ള ഒരു ടേസ്റ്റൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. ഇതിലെ കായും ഇപ്പോൾ കായില്ല, ഇപ്പോൾ നന്നായി കായ ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ കായില്ല. അപ്പോൾ ഈ സംഭവം നിങ്ങൾ തോരൻ വെച്ച് കഴിക്കുക. പ്രോട്ടീൻ്റെ കലവറയാണ്, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന സാധനമാണ്. ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഉസ്താദാണ് ഇയാൾ. കൊച്ചുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ ഈ ഇത് വരില്ലേ, ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ വരുന്ന പനി ജലദോഷമില്ലേ, അതൊന്നും ഉണ്ടാവില്ല. അതിന് പറ്റിയൊരു സാധനമാണ്. പട്ടുനൂല് അറിയാലോ, പട്ടുനൂലിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അല്ലേ, അത് ഈ ഒരു ഇല കൊടുത്തിട്ടാണ്, പട്ടുനൂൽ പുഴുക്കൾക്ക് കൊടുത്തിട്ടാണ് അതിന് അയിറ്റകളുടെ വിസർജ്യമായിട്ട് പട്ടുനൂല് നമുക്ക് കിട്ടുന്നത്. അതുപോലെ വളരെ റയറായിട്ട് കാണുന്നൊരു സാധനമാണ് കേട്ടോ. ഇതെന്താണെന്നറിയാലോ, കൂവ. ഒരു വെളുത്ത കിഴങ്ങാണ് അതിൻ്റെ അടിയിലുണ്ടാവുക. ഇതേപോലെ കുറേ ഐറ്റംസ്, റയറായിട്ടുള്ള ഐറ്റംസിനെ ഞാൻ കുറേ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് വീഡിയോ മതിയാക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇതാണ് കൂവ കേട്ടോ, കൂവക്കിഴങ്ങെന്നും പറയും. അപ്പോൾ നമുക്ക് പിന്നീട് കുറേ സാധനങ്ങൾ ഇതുപോലെ കാണിച്ചു തരാനുണ്ട്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട്. മുടി കൊഴിച്ചിൽ, മുടിക്കുള്ള കുറേ സംഭവങ്ങളാണ് നമ്മളെ ചുറ്റുപാടുള്ളത്. ആരും അത് ചെയ്യില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇതുവരെയുള്ളൂ. ബാക്കി വീഡിയോസായിട്ട് പിന്നീട് വരും. അപ്പോൾ ബൈ ബൈ.